യേശു ദൈവമാണെന്ന് സ്വയമായിട്ട് അവകാശപ്പെട്ടിട്ടുണ്ടോ? വിമർശകർ ഉന്നയിക്കുന്ന ഏറ്റവും സാധാരണമായ ചോദ്യങ്ങളിലൊന്നാണിത്. യേശു ദൈവമാണോ അതോ ദൈവപുത്രനാണോ? യേശു സൃഷ്ടിയാണോ അതോ സൃഷ്ടാവാണോ? ദൈവത്തെ സംബന്ധിച്ചുള്ള പഠനങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ചോദ്യങ്ങളാണിവ. യേശുവിൻ്റെ ദിവ്യത്വത്തെ വ്യക്തമാക്കേണ്ടത് തിരുവചനമാണ്. നമുക്ക് ചില പ്രധാനപ്പെട്ട തെളിവുകളിലേക്ക് കണ്ണോടിക്കാം. പഴയ നിയമ പുസ്തകങ്ങളിലും പുതിയ നിയമ പുസ്തകങ്ങളിലും യേശുവിൻ്റെ ദിവ്യത്വം വ്യക്തമാക്കുന്ന അനേകം വചനങ്ങളുണ്ട്. അതിൽ 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യെശയ്യാവ് 9-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 22-23 വാക്യങ്ങൾ. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. തൻ്റെ ശുശ്രൂഷ കാലത്ത് യേശു താൻ ക്രിസ്തു ആണെന്ന് പരസ്യമായി പറഞ്ഞില്ല. തൻ്റെ ശിഷ്യന്മാരോടും ആരോടും പറയാതിരിപ്പാൻ കൽപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. പിന്നെ താൻ ക്രിസ്തു ആകുന്നു എന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. യോഹന്നാൻ 10-ാമത്തെ അധ്യായം 24-25 വാക്യങ്ങൾ. യഹൂദന്മാർ അവന് വളഞ്ഞു, നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു, നീ ക്രിസ്തു എങ്കിൽ സ്പഷ്ടമായി പറക എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. യേശു താൻ ക്രിസ്തു ആണെന്ന് സ്വയം വെളിപ്പെടുത്താതിരിക്കാൻ കാരണം, അങ്ങനെ വെളിപ്പെടുത്തിയാൽ അത് ക്രിസ്തുവിൻ്റെ ദൗത്യത്തിന് തടസ്സമാകുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ്. എന്നാൽ പല അവസരത്തിലും ക്രിസ്തു തൻ്റെ ദൈവത്വം പറയാതെ പറഞ്ഞു. ഒരു സന്ദർഭം നമുക്ക് വായിക്കാം. യോഹന്നാൻ 10-ാമത്തെ അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഞാനും പിതാവും ഒന്നാകുന്നു. യഹൂദന്മാർ അവനെ എറിവാൻ പിന്നെയും കല്ലെടുത്തു. യേശു അവരോട്, പിതാവിൻ്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവൃത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു. അവയിൽ ഏത് പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്ന് ചോദിച്ചു. യഹൂദന്മാർ അവനോട്, നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദോഷ നിമിത്തം നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ടും അത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. മറ്റൊരു വാക്യം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 17-18 വാക്യങ്ങൾ. യേശു അവരോട്, എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചുകൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞു തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയതുകൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ മരണത്തിനും പുനരുത്ഥാനത്തിനും ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് പൂർണ്ണ ബോധ്യം വരുത്തി. ക്രിസ്തുവിൻ്റെ ശിഷ്യനായ തോമസിൻ്റെ വാക്കുകൾ നമുക്ക് പരിശോധിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 28-29 വാക്യങ്ങൾ. തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. യേശു തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിൽ തനിക്ക് പ്രിയപ്പെട്ടവരിൽ ഒരാളായിരുന്നു യോഹന്നാൻ. യോഹന്നാൻ തന്നോട് സംസാരിച്ചതും തന്നോടുകൂടി ആയിരുന്നതും സ്വജനത്താൽ കൊല്ലപ്പെട്ട് ഉയർത്ത തൻ്റെ ഗുരു കേവലം ഒരു ദൈവദൂതൻ മാത്രമല്ലായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞു. തൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ വരികളിൽ യേശുവിൻ്റെ ദൈവത്വം യോഹന്നാൻ വിവരിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ്റെ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ഇത് യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ യേശുവിനെ വിവരിക്കുമ്പോൾ ഇങ്ങനെ എഴുതി. വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. മറ്റൊരു വാക്യം 1 യോഹന്നാൻ 5-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. ദൈവപുത്രൻ വന്നുവെന്ന് സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ ക്രിസ്തു യേശുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുന്നതിന് മുമ്പ് ആരായിരുന്നു? പൗലോസ് ഇങ്ങനെ വിവരിക്കുന്നു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യപ്പിറവി എടുക്കുന്നതിന് മുമ്പ് ദൈവരൂപത്തിലായിരുന്നുവെന്ന് പൗലോസിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നു. പൗലോസിൻ്റെ എഴുത്തുകളിൽ ആവർത്തിച്ച് യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള വിവരണം അദ്ദേഹം ഉൾപ്പെടുത്തി. മറ്റൊരു വാക്യം ഇതാ. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ ജഡപ്രകാരം ക്രിസ്തു അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്. അവൻ സർവ്വത്തിനു മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. റോമർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. പൗലോസിൻ്റെ മറ്റ് എഴുത്തുകളിൽ നിന്നുള്ള 2 വാക്യങ്ങൾ കൂടി പരിശോധിക്കാം. 1 തിമോത്തിയോസ് 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ട് ദൂതന്മാർക്ക് പ്രത്യക്ഷനായി
ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടോ, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടോ, തേജസ്സിൽ എടുക്കപ്പെട്ടോ എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഇങ്ങനെ വായിക്കുന്നു: ആൻഡ് വിതൗട്ട് കോൺട്രവേഴ്സി ഗ്രേറ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്. ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ്, ജസ്റ്റിഫൈഡ് ഇൻ ദ സ്പിരിറ്റ്. ദൈവം ജഡത്തിൽ പ്രത്യക്ഷനായി എന്നാണ് ഇതിൻ്റെ അർത്ഥം. മറ്റൊരു വാക്യം: അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. കൊലോസ്യർക്കെഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ പ്രത്യാശ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവാണ്. വീണ്ടും വരുന്ന ആ ക്രിസ്തുവിനെ പൗലോസ് മഹാദൈവം എന്ന് വിളിക്കുന്നു. തീത്തോസിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നാം ഈ വായിച്ച വാക്യങ്ങളെല്ലാം യേശു ദൈവമാണെന്ന വസ്തുത തെളിയിക്കുന്നു. ഇനി നാം എന്തിനാ വിശ്വസിക്കണം? ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.